നാളെ 57 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണുന്നത് നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള VIP മണ്ഡലങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ VIP മണ്ഡലങ്ങൾ, അവിടുത്തെ സാധ്യതകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മാസങ്ങൾ നീണ്ട പോരാട്ടം അവസാന ലാപ്പിലെത്തുകയാണ്. 7ാം ഘട്ടത്തിൽ 57 ലോക്സഭാ സീറ്റുകൾ. 7 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡും ജനവിധി തേടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന UPയിലെ വാരണാസിയാണ് അവസാന ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രം. വാരണാസിയിൽ മോദിക്ക് 3ാം ഊഴം. 10 ലക്ഷം വോട്ടും 7 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവുമാണ് BJP ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ചണ്ഡീഗഡിൽ മത്സരിക്കുന്നു. ബോളിവുഡ് നടി കങ്കണ റണാവത്തും കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗും ഏറ്റുമുട്ടുന്ന മണ്ഡിയാണ് ഹിമാചലിലെ താരമണ്ഡലം. ഹിമാചലിലെ ഹമീർപൂരിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും ജനവിധി തേടുന്നു. ബംഗാളിലെ ജാദവ്പൂരിൽ ശ്രീജൻ ഭട്ടാചാര്യയും ഡംഡമിൽ സുജൻ ചക്രവർത്തിയും കൊൽക്കത്ത സൗത്തിൽ സെയ്റ ഷാ ഹാലിമും ഡയമണ്ട് ഹാർബറിൽ പ്രതിക്കൂർ റഹ്മാനും CPIM-നായി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. ഡയമണ്ട് ഹാർബറിൽ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയാണ് എതിരാളി. ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസ ഭാരതി, നടൻ രവി കിഷൻ, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ്, ശിരോമണി അകാലിദൾ നേതാവ് ഹർസിമ്രത് കൗർ ബാദൽ എന്നിവരും 7ാം ഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രമുഖരാണ്. കൈരളി ന്യൂസ്, ദില്ലി.